എനിക്കറിയില്ല കയ്യൂട്ടോ അല്ല ഇനിയും കിട്ടു കയ്യൂടി മനസ്സിലായില്ല. അന്ന് എനിക്ക് 18 വയസ്സായപ്പോ എന്താ പറഞ്ഞേ നവീന്റെ അടി ഓർമ്മയില്ല ഇപ്പൊ ഓർമ്മ കയ്യൂട്ടോ കൈ തായർക്ക് ഞാൻ പറഞ്ഞേ കൈ തായർച്ചോ അങ്ങനെ തന്നെ കൈ തായർക്കടാ ഏതറ മൈര കൈ താർക്ക് കൈ തായർക്കടാ അവിടുന്ന് 10 താർക്കിക്കല് കിടിലടിയേക്കും ഇവിടെ തായർക്ക് 1 2 3 4 എന്താ അവസ്ഥ അല്ലേ? ആള് മനുഷ്യനൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടെങ്കിൽ 2-3 ആൾക്കാർ വിട്ടിട്ട് ആളെ അടിക്കുക. ഞാൻ പറയുമ്പോ ഈ തല്ലാൻ പോയവന് നട്ടലില്ല, ഉറപ്പായിട്ട് നട്ടലില്ല. കാരണം എന്താ വെച്ചാൽ ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് 2-3 ആൾക്കാരും കൂട്ടിട്ട് ക്യാമറമാനും കൂട്ടിട്ട് തല്ലാൻ ഒരാളെയും കൂട്ടിക്കൊണ്ട് പോയി കണ്ടാണ് അടിക്കണം. നട്ടലില്ലാന്ന് ഉറപ്പല്ല അവിടെ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാല് നിങ്ങൾ അടിക്കണ അടിയിൽ എവിടെയെങ്കിലും ആ ചെറുക്കന്റെ മർമ്മത്ത് തട്ടിയിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ജീവിതവും ആ കുട്ടിന്റെ ജീവിതം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇതൊക്കെ പോട്ടെ, ഓനെ പെറ്റു വളർത്തിയ ഓന്റെ മാതാപിതാക്കളെ ഈ വീഡിയോ കാണുമ്പോൾ ഓരോരവസ്ഥ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തല്ലേ വേണ്ട, നിങ്ങളാരെങ്കിലും ഇതേമാതിരി അടിച്ചിട്ട് നിങ്ങളെ അമ്മയും വാപ്പി ഇത് കാണുമ്പോ നിങ്ങളെ അമ്മാക്കും വാപ്പാക്കും എത്രമാത്രം സങ്കടം ഉണ്ടാവും നിങ്ങൾക്കറിയോ? പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ. പണ്ടൊക്കെ അടിയുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇത്ര പരസ്യപ്പെടുത്തിയിട്ടില്ല ഇനി. കാരണം ഇതൊരു സോഷ്യൽ പ്ലാറ്റ്ഫോമിലൊക്കെ ഇട്ടിട്ട് എന്താ അവസ്ഥ അല്ലേ? വല്ലാത്തൊരു ലോകം. അതുവരെ കണ്ടന്റാണ്. ഏതായാലും നിങ്ങൾ അടിക്കാൻ പോയാൽ നട്ടലില്ലാന്ന് മനസ്സിലായി. അടി കൊള്ളണവന് കുറച്ച് ഗഡ്സ് ഉണ്ടോ അവന്റെ കാട്ടിക്കൂട്ടിലും കണ്ടിട്ട് കുറച്ച് ഗഡ്സിലാക്കാൻ. അത് എന്താ സംഭവിച്ചിരിക്കണെന്ന് എനിക്കറിയില്ല, എന്താണ് ഇതിന്റെ മുന്നുള്ള അവസ്ഥകളൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇത് ഈ കളി കുറെ കൂടുതലാണത്. കാരണം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് നാളെ ഖേദം പ്രകടിപ്പിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇത്